we cannot completely say no to online. Nothing can replace in-person training. ചേഞ്ച് ഇസ് ദി ഓൺലി കോൺസ്റ്റൻറ്റ്. 10-20 വയസ്സ് വരെ പഠിച്ച് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവന്ന ആ ശൈലിക്ക് ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ബാണി എന്നുള്ളത് വളരെ കുറച്ച് പേരെ നിലനിർത്തി കൊണ്ടുപോകുന്നുള്ളൂ. ആ ചിട്ടയായിട്ട് കൊണ്ട് നടക്കുന്ന ഗുരുക്കന്മാർ ഇപ്പോഴും ഉണ്ട്, അത് വളരെ കുറവാണ്. ശൈലി എന്നൊക്കെ പറയുന്നത് ഇസ് ലൈക്ക് വൈൻ, ദ മോർ ഇറ്റ് ഏജസ് ദ മോർ ബ്യൂട്ടിഫുൾ ഇറ്റ് ഇസ്. ആധികാരികതയോടുകൂടി അത് പ്രയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സൗന്ദര്യം കൂട്ടും. ഇത് ആധികാരികമല്ലാതെ പ്രയോഗിക്കുമ്പോഴുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്, ബാണി ശിഥിലമായി പോകുന്നു എന്നുള്ളത്. ഒരു പക്ഷേ ബാലസരസ്വതിയും രുക്മിണി ദേവി അരുണ്ടേലും ഒരു ദിവസം തമ്മിൽ കണ്ടുമുട്ടിയാൽ അവരെന്തായിരിക്കും സംസാരിക്കുകയാണ്. Music and dance was in complete unison because Balamma herself was a great singer. 30s or 20s ல ഉണ്ടായിരുന്ന ആ ഒരു ടാബു മാറ്റിയെടുത്തത് രുക്മിണി ദേവി അരുണ്ടയിലാണ്. ഇറ്റ്സ് ഗുഡ് ഡാൻസ് ഓർ ബാഡ് ഡാൻസ് അത്രയും നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ കാണുമ്പോൾ എവ്രി ബോഡി ഈസ് ഡിഫറെൻറ്റ്. ചില ചാലഞ്ചസ് വരുമ്പോൾ വി ആർ ഫോഴ്സ്ഡ് ടു തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. ഇപ്പോൾ രണ്ടുപേരും വിദേശ രാജ്യങ്ങൾക്ക് ധാരാളം പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു കച്ചേരി ചെയ്യുന്നു, അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലും ഇതേപോലെ നമ്മുടെ പെർഫോമൻസ് ചെയ്യുമ്പോൾ ആസ്വാദകരുടെ ഇടയിൽ നിന്ന് എന്താണ്, എങ്ങനെ ഒരു മാറ്റമുണ്ടോ? അവരാസ്വദിക്കുന്ന തലം, അവരെങ്ങനെയാണ് ഒരു നർത്തകിയെ അല്ലെങ്കിൽ ഒരു നർത്തകനെ കാണുന്നത്? അവരുടെ നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമാണോ അവർ ആ ഒരു കലാസമ്പ്രദായത്തെ കാണുന്നത്? ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ് ഓഡിയൻസ്. കേരളത്തിലുള്ള ഓഡിയൻസ് അല്ല തമിഴ്നാട്ടിൽ. അവിടെ തന്നെ നമുക്ക് വ്യത്യാസം വന്നു. എന്നുവെച്ചാൽ തമിഴർക്ക് ഇത് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. ദേ ആർ ഏബിൾ ടു റിലേറ്റ് മച്ച് മോർ. വിദേശത്ത് ചെയ്യുമ്പം, വിദേശത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഞങ്ങളുടെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ കലയെ വളരെ ഗൗരവത്തോടെ കാണുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ മാത്രമേ ടിക്കറ്റ് എടുത്ത് നമ്മുടെ പരിപാടി കാണാൻ വരൂ. അല്ലാതെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ എന്തോ നടക്കുന്നുണ്ട്, നമുക്ക് ഒന്ന് കയറി കണ്ടു കളയാം എന്ന് പറഞ്ഞിട്ട് അവിടെ വരില്ല. അങ്ങനെ വാക്കിൻസ് അങ്ങനെ ആലോചിച്ച് വരുന്ന ആളുകൾ വളരെ കുറവാണ്. ഇത് നേരത്തെ അഡ്വർടൈസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇത് കാണണം എന്ന് താല്പര്യപ്പെട്ട് വരുന്ന ആളുകളാണ്. അപ്പോൾ അവർ അതിനെ വളരെ സീരിയസ് ആയിട്ട് ഇരുന്ന് കാണുന്നു. അവരുടെ ഫീഡ്ബാക്കും അതുപോലെ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആയിരിക്കും നമുക്ക് തരിക. ഇപ്പോൾ അടുത്ത കാലത്ത് പുതിയൊരു പ്രവണത പ്രത്യേകിച്ച് US നമ്മൾ കണ്ടു തുടങ്ങുന്നത്, ഒരു പെർഫോമൻസ് കഴിയുമ്പോൾ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റീസിൽ ഫൈൻ ആർട്സ് ഫാക്കൽറ്റി, തിയേറ്റർ ഫാക്കൽറ്റി ഇവരൊക്കെ ഉണ്ടാവും. ദേ ഓർഗനൈസ് സംതിങ് കോൾഡ് CRP. CRP എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ റെസ്പോൺസ് പ്രോസസ്. ഓഡിയൻസും ആർട്ടിസ്റ്റും തമ്മിൽ വളരെ ക്രിട്ടിക്കലായിട്ട് അവരുടെ റെസ്പോൺസസ് റെക്കോർഡ് ചെയ്യുക ഇൻറ്ററാക്ഷനിലൂടെ. അതിനൊരു മോഡറേറ്റർ ഉണ്ടാവും, ആർട്ടിസ്റ്റ് ഉണ്ടാവും, ഓഡിയൻസ് ഉണ്ടാവും. അപ്പോൾ അതൊരു ഭയങ്കര കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നു 2018 മുതലാണ് ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയത്. ആസ് ആർട്ടിസ്റ്റ് ഇറ്റ് ഹെൽപ്സ് യു എ ലോട്ട്. നമ്മളൊരു വർക്ക് ഇൻ പ്രോഗ്രസ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കിൻ്റെ ആദ്യത്തെ അവതരണം US ഇങ്ങനെ ഒരു ഓഡിയൻസിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ദേ ഗിവ് യു സോ മച്ച് ഫീഡ്ബാക്ക്. അത് വെച്ച് നമ്മൾക്ക് വി ആർ ഏബിൾ ടു ഇംപ്രൂവ്, മാറ്റങ്ങൾ വരുത്താം, നന്നാക്കാം. അപ്പോൾ ഈ CRP കൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. ഇപ്പം ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ മെട്രോ സിറ്റീസിലെങ്കിലും CRP കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഡിഫറൻസ് നമുക്ക് ഇവിടുത്തെ ഓഡിയൻസും പുറത്തെ ഓഡിയൻസും തമ്മിൽ എന്തായാലും ഉണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ കളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കയ്യടി അത് ഒരു വേറെ ഊർജമാണ്, അതൊരു സ്നേഹം കൂടിയാണ്. അത് അവിടെ ഇല്ല. അവിടെ നമ്മളെ ആർട്ടിസ്റ്റായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അതിനെ വിലയിരുത്തി കൊണ്ടാണ് അവിടുന്ന് നമുക്ക് കിട്ടുന്ന ഒരു അപ്ലോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പുതിയൊരു കാലഘട്ടം, നമുക്കിങ്ങനെ ചോദ്യം ചോദിച്ചു പോവുമല്ല, നിങ്ങളുടെ അനുഭവങ്ങൾ എന്തും പറയാം, എന്നാലും ഞാൻ കുറച്ചും കൂടെ അറിയണം എന്നുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. ഒരു പുതിയ ഈ ഒരു കാലഘട്ടത്തിൽ പുരാണ കഥാഖ്യാനങ്ങളും അതുപോലെ ഇനി പുതിയ വിഷയങ്ങളും നിങ്ങൾ നൃത്തത്തിൽ അവതരിപ്പിക്കുകയാണെന്ന് വെച്ചു. അപ്പം ആസ്വാദകനെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ ലാവണ്യ തലങ്ങളാണ് അല്ലെങ്കിൽ
അതിൻ്റെ ഒരു സൗന്ദര്യമാണ് നിങ്ങൾ നൃത്തത്തിൽ ഉപയോഗിക്കപ്പെടുത്തുക. നേരത്തെ അശ്വതി പറഞ്ഞല്ലോ ആഹാര്യത്തിൽ മാറ്റം വരുത്താറുണ്ട്. അങ്ങനെ കുറേയും കൂടെ അവരെ നേരത്തെ അതും പറഞ്ഞു, ആനയുടെ കാണിക്കണമെങ്കിൽ ആ ചലനം ഒന്നുമില്ലേ ഭരതനൃത്യത്തിൻ്റെ ചലനം പോലും അതിൽ ഭംഗിയായി അവതരിപ്പിക്കുമ്പോൾ വേഗം സംവേദനം ചെയ്യപ്പെടും. അങ്ങനെ എന്തെങ്കിലും പുതിയ ടെക്നിക്സ് അല്ലെങ്കിൽ ഒരു പുതിയ കാലഘട്ടത്തിലെ ആസ്വാദകരെ ആകർഷിക്കുന്നതിന് വേണ്ട അഭിനയ രീതികളിൽ എന്തെങ്കിലും കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ? I'm just going to share something. ഞങ്ങളിപ്പോൾ ലാസ്റ്റ് സ്പ്രിങ് US ഒരു ടൂർ ചെയ്തിരുന്നു. വാട്ട് ദേ ഡിഡ് വാസ്, ഞങ്ങൾ ഒരു സമാവേശാന ഒരു പ്രൊഡക്ഷൻ ചെയ്തിരുന്നു. അതിൽ ഞാൻ അർജുന ബൃഹന്നളയായിട്ട് ചെയ്തു സ്ത്രീ വേഷത്തിൽ, അശ്വതി അംബ ശിഖണ്ഡിയായിട്ട് പുരുഷ വേഷത്തിൽ ചെയ്തിരുന്നു. അതാണ് പരിപാടി. എൻ്റെ സോലോ 30 minutes ഇൻ സ്ത്രീ വേഷം ആൻഡ് അശ്വതിയുടെ സോലോ 30 minutes ഇൻ പുരുഷ വേഷമായിരുന്നു. 2 ക്യാരക്ടേഴ്സ് ടേക്കൻ ഫ്രം മഹാഭാരത. വാട്ട് ദേ ഡിഡ് വാസ്, ആക്ച്വലി ഐ ഹാവ് ടു ആഡ് വൺ മോർ തിങ് ടു ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഈ ആസ്വാദകരുടെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഐ ഫീൽ വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. ആ രാമായണം എനിക്കറിയാം, മഹാഭാരതം എനിക്കറിയാം, ചിലപ്പതികാരം എല്ലാം നമുക്കറിയാം, അതാണ് പ്രശ്നം. വെറസ് ഫോറിൻ ആവുമ്പോൾ ദേ കം ഫുള്ളി പ്രിപ്പയർഡ് അബൌട്ട് ദി ആർട്ടിസ്റ്റ്, അബൌട്ട് വാട്ട് യു ആർ പ്രസൻറ്റിങ്. ഫോർ എക്സാമ്പിൾ ഈവൻ ഇഫ് ഐ എം ഡൂയിങ് രാമായണം, അന്ന് ഞാൻ എന്ത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഒരു സിനോപ്സിസ് എന്തെങ്കിലും ഞങ്ങൾ ഹാൻഡ് ഔട്ട്സ് ആയിട്ട് കൊടുത്താൽ അവർ ഇരുന്ന് വായിക്കും. ഓഡിയൻസ് ഉണ്ട്. ഐ എം ഷുവർ ദർ ആർ ഡാൻസേഴ്സ്, ഡാൻസ് സ്റ്റുഡൻസ്. ഒന്ന് നിങ്ങൾ പറയൂ, ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് കോമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരുത്തർ വന്നിട്ട് ഇങ്ങനെ അടുത്ത ഐറ്റം ഇതാണെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നു, നമ്മൾ ഫോണിൽ നോക്കുന്നത്, നമ്മൾ ഒരു നിമിഷം നമ്മൾ അവർ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ എന്തെങ്കിലും ഹാൻഡ് ഔട്ട്സ് കൊടുത്താൽ അത് നോക്കൂ, അത് എവിടെയെങ്കിലും സ്ലിപ്പായി താഴെയായിരിക്കും. ബട്ട് ദേ ആർ നോട്ട് ലൈക്ക് ദാറ്റ്. ഫുള്ള് അവർ പഠിച്ചിട്ട് വരും. അതേപോലെ കളിക്കുന്ന ആർട്ടിസ്റ്റ് ആരാണ് എന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ദേ വിൽ നോ. And they'll show their respect by maintaining total silence, and avasanam or applause varum. That will last for 2 minutes, 3 minutes, 4 minutes, 5 minutes. It can go depending on the quality of the performance. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ ക്ലാപ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ it is understood that we are supposed to come one more time and do a small snippet. തില്ലാനാണ് ഒരു ചെറിയ ഒരു പോർഷൻ, 1 minute ഞങ്ങൾ 30 seconds കളിച്ചിട്ട് നമസ്കരിച്ചിട്ട് പോവും. പിന്നെയും ഇഫ് ദേ ആർ ക്ലാപ്പിംഗ് അഗെയിൻ വി ഹവ് ടു കം. അത് ഐ റിമെമ്പർ വി വെർ ഇൻ ഫ്രാൻസ്, ലീലിന് നോർത്ത് ഓഫ് ഫ്രാൻസിലെ ഒരു സ്ഥലത്ത് ദേ കെപ്റ്റ് ഓൺ ക്ലാപ്പിംഗ്. തില്ലാനയുടെ ഒരു കഷ്ണം ഞങ്ങൾ 3 പ്രാവശ്യം ചെയ്തു. ചെറിയ ബിട്ടാണ്, ചെയ്യും, അകത്ത് പോവും, പിന്നെയും ദേ വെർ കണ്ടിന്യൂ ടു ദേ വെർ ക്ലാപ്പിംഗ്. വി കെയിം ആൻഡ് ദെൻ വി ഡിഡ് ഇറ്റ് അഗെയിൻ, വി വെൻ ബാക്ക്. അവസാനമായപ്പോൾ നല്ലോണം നമസ്കരിച്ചു, ഇനി പറ്റുകയില്ല ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് അവർ നിർത്തിയത്. So that's their way of showing appreciation. It is not to talk about ഞങ്ങൾ കളിച്ചു ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു, അത് പറയാനില്ല ഞാനിപ്പോൾ പറയുന്നത്. Appreciation is very different and that's how they take it. They take it very seriously. And for this particular question, what they did was they had a monitor on the side. ഞങ്ങൾ ചെയ്യുന്ന ആ ലിറിക്സ് അവിടെ ആദ്യം അതിൽ ഇറ്റ് വിൽ കം സ്ക്രോളായിട്ട്. അതിൻ്റെ മീനിങ് വാസ് ഓൾസോ ഗിവൻ സൈമൾട്ടേനിയസ്ലി. സോ നമ്മളിപ്പോൾ ഒരുപാട് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കത് മനസ്സിലാവില്ല. ഒരു 15 minutes കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് പെട്ടെന്ന് മനസ്സിലാവില്ല ഓഡിയൻസിന്. ഇഫ് യു ഹാവ് എ സ്ക്രോൾ റൈറ്റ് ലൈക്ക് വെൻ വി ഡു കറസ്പോണ്ടിങ് ടു വാട്ട് വി ആർ ഡൂയിങ്, അത് വായിച്ചാൽ ഇംഗ്ലീഷിൽ പെട്ടെന്ന് ഇത് കാണുമ്പോൾ they are able to relate. So not only the artist is trying to do something new, technological advancements vandadukondu adukondu we are able to use such equipments and able to communicate better. That is also like helping. ഓക്കെ സാർ. സാറ് നേരത്തെ പറഞ്ഞതിനോടുകൂടി ചേർത്ത് വെച്ച് പറയാണ്, ഇപ്പോൾ രാമായണം കാണാൻ, രാമായണത്തിൻ്റെ കഥ കാണിക്കാൻ ഇവിടെ ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും രാമായണം അറിയാം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. എനിക്ക് തോന്നുന്നു കഥകളി പോലുള്ള നടനകലകളിൽ, നാട്യകലകളിൽ ഇപ്പോൾ കീചകവധം കാണാൻ വരുമ്പം എല്ലാവർക്കും അറിയാം അത് കീചകനെ കൊല്ലുന്നത് ഭീമൻ തന്നെയാണെന്ന്. ഇപ്പം നമ്മൾ കഥ കാണാനല്ലല്ലോ വരുന്നത്, അതിൻ്റെ ആഖ്യാനം അതെങ്ങനെയാണ് മുദ്രകളിലൂടെ ഓരോ വ്യക്തിയും പ്രതിഫലിപ്പിക്കുന്നത് എന്നാണല്ലോ. അതുകൊണ്ട് അതെ തീർച്ചയായിട്ടും. അതുകൊണ്ട്
ഇപ്പം ഗോപിയാശാൻ്റെ കീചകൻ എങ്ങനെ, അല്ലെങ്കിൽ കൃഷ്ണനാരായണൻ്റെ കീചകൻ എങ്ങനെ, വ്യത്യസ്തമായ ക്രാഫ്റ്റാണ്. അപ്പം ആ ക്രാഫ്റ്റ് കാണുക എന്നുള്ളത് വളരെ പ്രധാനം. അല്ലെങ്കിൽ കഥയുടെ ഒരു കഥ പറച്ചിൽ കേൾക്കാനല്ല അവിടെ വരുന്നത്. ഈ ഒരു വിഷയം പലപ്പോഴും എല്ലാവർക്കും അറിയില്ല. അതുകൊണ്ട് കഥകളി കണ്ട കഥ തന്നെയല്ലേ, അതുകൊണ്ട് വീണ്ടും എന്തിന് എന്നുള്ളത് ഓരോ നടനും ഓരോ അനുഭവതലവും ഓരോ വേദിയിലും വ്യത്യസ്തങ്ങളായ മുദ്രക്കൈകളും വ്യത്യസ്തങ്ങളായ ചിന്തകളും അതിൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാവില്ല. അപ്പോൾ ക്രാഫ്റ്റിൻ്റെ ഒരു പ്രശ്നം എപ്പോഴും അതിലുണ്ട്. എന്തായാലും സന്തോഷം സർ. പിന്നെ ഈ സംഘവൽക്കരണം ഉണ്ടല്ലോ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാ വലിയൊരു ഓഡിയൻസിന്, പഴയ കാലത്ത് ക്ലാസിക്കൽ കലകളെല്ലാം ഒരു നിശ്ചിത ഓഡിയൻസിന് മുമ്പിലായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. ഒരു വട്ടം കൂടി നിന്ന ഓഡിയൻസ് എന്ന് പറയാം. ഇന്നങ്ങനെയല്ല. വലിയ 1000-ഉം 10,000-ഉം ഇരിക്കുന്ന ഓഡിയൻസിൻ്റെ മുമ്പിൽ ക്ലാസിക്കൽ കല അവതരിപ്പിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അത് നമുക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിലും അങ്ങനെ വരുമ്പോൾ ഒരു സംഘവൽക്കരണത്തിന്, ഗ്രൂപ്പായി ചെയ്യുന്നതിന്, ആ സംഘവൽക്കരണത്തിന് എത്രത്തോളം പ്രസക്തിയുണ്ട്? അല്ലെങ്കിൽ അവിടെ ഏകഹാര്യ നൃത്തത്തിൻ്റെ സ്വഭാവമാണോ ആ സംഘവൽക്കരണ മാതൃകയ്ക്ക് വരുന്നത്? അത് ഒരു വേദി അനുസരിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മൾ പെട്ടുപോകാറുണ്ട്. നമ്മളറിയില്ല അവിടെ 2000-3000 ആൾക്കാരുണ്ടാവും, ഒറ്റയ്ക്കോ 2 പേരോ ആയിട്ട് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ നിവൃത്തിയില്ല, നമ്മൾ അഡാപ്റ്റ് ചെയ്യുക, നമ്മൾ ചെയ്യുക. പക്ഷേ ഈ ഗ്രൂപ്പ് കൊറിയോഗ്രാഫി ആസ് യു സെഡ് വിഷ്വലി കുറേയും കൂടി വലിയ സ്പേസസിലേക്ക് 1 2 ചെയ്യുന്നതിലും 10 ചെയ്ത് കഴിഞ്ഞാൽ വിഷ്വലി ഭയങ്കര ഭംഗിയാണ്. എന്താണെന്ന് വെച്ചാൽ ഡാൻസ് എന്തൊക്കെ പറഞ്ഞാലും ഇറ്റ് ഈസ് എ വിഷ്വൽ ആർട്ട്. നമ്മൾ കാണുകയും കേൾക്കുകയും കാണുകയാണ്, എന്നിട്ടേ കേൾക്കുള്ളൂ. അപ്പോൾ കാഴ്ചയ്ക്ക് വലിയ വേദികളാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രൂപ്പ് വർക്ക് വളരെ നല്ലതാണ്. ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, നമ്മളും ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ചാലഞ്ചസ് ഒരുപാടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ക്ലാസിക്കൽ കലകൾക്ക് ഗ്രൂപ്പ് വർക്ക് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇപ്പോൾ ശ്രുതി പറഞ്ഞല്ലോ, ശരിക്കും കാഴ്ചയാണ്. മറ്റ് ഒന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, സംഗീതത്തിൻ്റെ കാഴ്ചയാണ് നൃത്തം. സംഗീതത്തിൻ്റെ കാഴ്ച എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നർത്തകി, അവളുടെ ശരീരം സംഗീതമായി മാറുകയാണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു അവസ്ഥ എന്ന് പറയുന്ന ഒരു ആത്മീയാനുഭൂതി കൂടി അതിൻ്റെ ഭാഗമായില്ലേ? ഉണ്ട്. നമ്മൾ സംഗീതം കേട്ടുകൊണ്ടാണല്ലോ നൃത്തം ചെയ്യുന്നത്. സംഗീതം ആസ്വദിക്കാൻ പറ്റുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആ ഡാൻസിന് മേന്മ കൂടും. സംഗീതം ഒട്ടും അറിയാത്ത ആളാണെങ്കിൽ അത്രയും കുറയും. അത് രണ്ടും അതൊരു ഫാക്റ്റാണ്. അപ്പം നൃത്തം പഠിക്കുകയാണെങ്കിൽ സംഗീതം പഠിച്ചാൽ വളരെ നല്ലത്. അറ്റ്ലീസ്റ്റ് ഉള്ളിലെങ്കിലും സംഗീതം ഉണ്ടാവണം. എന്നുവെച്ചാൽ സംഗീതം നമ്മൾ ആസ്വദിക്കുകയാണ് നമ്മൾ കളിക്കുമ്പോൾ. അപ്പം അത് ഈ പറഞ്ഞ പോലെ ആത്മീയ അനുഭൂതി കൂടിയാണ്. നമ്മൾ ആസ്വദിച്ചാലേ കാണികൾ ആസ്വദിക്കുള്ളൂ. അപ്പോൾ അതൊരു കണക്റ്റഡ് പ്രോസസ്സാണല്ലോ. അപ്പോൾ പാട്ടുകാരൻ ഒരു നല്ല സംഗതി പാടി അത് ആസ്വദിച്ചും കൊണ്ട് എനിക്ക് അഭിനയം ചെയ്താൽ, ഞാനതേറെ ആസ്വദിച്ചാൽ എൻ്റെ ഫീലിങ്സ് ഗെറ്റ് ട്രാൻസ്ഫേർഡ് ടു യു ആസ് ദി ഓഡിയൻസ്. അപ്പോൾ ഈ രസാനുഭൂതി സൃഷ്ടിക്കുന്നതിൽ സംഗീതം വളരെ പ്രധാനമാണ് നൃത്തത്തെ സംബന്ധിച്ചിടത്തോളം. അതിമനോഹരമായ വിധത്തിൽ അവരുടെ നാട്യാനുഭവങ്ങളും അവരുടെ ജീവിത അനുഭവങ്ങളും പഴയ കാലഘട്ടത്തിൽ ഗുരുക്കന്മാരുടെ അതിഭംഗിയായ നട്ടുവനാർ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം എങ്ങനെയാണ് പരിശീലിപ്പിച്ചത് എന്നുള്ളതും ജെൻസിയുടെ കാലഘട്ടത്തിലുള്ള മാറ്റങ്ങളുമൊക്കെ വളരെ ഭംഗിയായി വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ടെങ്കിൽ ഓരോരുത്തരെ ക്ഷണിക്കുകയാണ്. മാം, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? വെറുതെ ചോദിക്കുന്നതാണ്. പറഞ്ഞല്ലോ നമ്മുടെ അനുഭവങ്ങളാണ് ഓഡിയൻസിന് ലഭിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു നൃത്തമാകുമ്പോഴും എന്താണല്ലോ ഒരു കലാരൂപമാണ്, അപ്പം നമുക്ക് അതിനകത്തൊരു കൺട്രോൾ വേണമല്ലോ. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇമോഷണലി നമുക്കൊരു ഫീൽ ഉണ്ടാവുമല്ലോ ആസ് എ ആർട്ടിസ്റ്റ്, ഇമോഷണലി കൺട്രോൾ പോയി അങ്ങനെ പോയിട്ടുള്ള ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവോ? ഐ തിങ്ക് ബോത്ത് ഓഫ് us വിൽ ഹാവ് മെനി സച്ച് എക്സ്പീരിയൻസസ്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ
അച്ഛൻ്റെ 90-ാം പിറന്നാളിന് തിരൂര് തുഞ്ചൻ പറമ്പിൽ ഒരു നൃത്തസന്ധ്യ വേണമെന്ന് പറഞ്ഞ് കമ്മിറ്റി പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അച്ഛന് ഏറെ ഇഷ്ടപ്പെട്ട വരികളാണ് എഴുത്തച്ഛൻ്റെ മഹാഭാരതത്തിലെ ഗാന്ധാരി വിലാപം. ആ ഒരു സെഗ്മെൻറ്റിനെ കുറിച്ച് അച്ഛൻ ഒരുപാട് തവണ എന്നോട് പലപ്പോഴും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ വരികൾ അച്ഛന് മനപ്പാടാണ്, വളരെ ഇഷ്ടമാണ്. അപ്പം ഞാൻ അന്നത് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം അതിൻ്റെ ഗാന്ധാരി, ഈ മക്കളൊക്കെ മരിച്ചു കിടക്കുക, അവരെ കാണാൻ യുദ്ധം നടന്ന സ്ഥലത്തേക്ക് വരികയാണ്. അവിടുത്തെ അവസ്ഥയും ഒക്കെ കഴിഞ്ഞ് അവസാനം എല്ലാവരെയും കണ്ടതിന് ശേഷമാണ് ദുര്യോധനൻ്റെ അടുത്തെത്തി ഉണ്ണി മകനെ ദുര്യോധന എന്ന് പറയുന്ന ആ വരികൾ. അപ്പം ആ ഘട്ടത്തിൽ അതൊരു താരാട്ട് പോലെയാണ് ഞങ്ങളതിൻ്റെ മ്യൂസിക്കലി കൺസീവ് ചെയ്ത്. അതുവരെയല്ല, ആ അവസാന ഭാഗം മാത്രം. പക്ഷെ മകൻ മരിച്ചു കിടക്കുകയാണ്. അപ്പം ആ ഒരു അമ്മ ദുര്യോധനെ എടുത്ത് മടിയിലിട്ടിട്ട് പറയുന്ന, അപ്പം ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞുപോയി. എനിക്കൊരു മകനാണ്. അപ്പോൾ 100 മക്കളുണ്ടായിട്ട് കൂടി ഒരാളെ കൂടി ബാക്കി വെച്ചില്ലല്ലോ എന്നുള്ള അവരുടെ ഉള്ളിലത്തെ ആ ഒരു സങ്കടം. അപ്പം അങ്ങനെ ചില അപൂർവമായ സന്ദർഭങ്ങളിൽ യെസ് വി ഡു. യു ഹാവ് എനിത്തിങ് ടു ഷെയർ? I'm going to say something different. This is something that has happened to her on stage. ഒരു ആർട്ടിസ്റ്റ് ആവുമ്പോൾ ഇങ്ങനത്തെ ഇമോഷണൽ മൊമെൻറ്റ്സ് ഉണ്ടാവും സ്റ്റേജിൽ. ആസ് എൻ ആർട്ടിസ്റ്റ് ചിലപ്പോൾ നമുക്ക് നടക്കുന്ന ചില ട്രാജഡിയോ സം അൺഫോർസീൻ സർക്കംസ്റ്റൻസസ് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മളെ പ്രൊജക്റ്റ് ചെയ്യേണ്ടി വരും സ്റ്റേജിൽ. ഐ എം ഗോൺ ടു സേ എ വെരി സിമ്പിൾ തിങ്. ചെന്നൈയിൽ there was a festival. നമ്പർ 0 മുതൽ 10 വരെ ആയിരുന്നു ആ തീം. അതിൽ we were given 3. So it was called സാഖ്യ വൈഭവം. 0 was given to one person, 1 was given to one person. അങ്ങനെ ഓരോ ആർട്ടിസ്റ്റും ഓരോ നമ്പർ. അതിൽ ഞങ്ങൾക്ക് 3 ആയിരുന്നു. റിഹേഴ്സലൊക്കെ കഴിഞ്ഞു. അന്ന് രാവിലെ റിഹേഴ്സൽ കഴിഞ്ഞു. ഞാൻ എൻ്റെ ഗുരുവിനടുത്ത് പോവാൻ നമസ്കരിക്കാൻ. അന്ന് വൈകുന്നേരം പരിപാടി. 12:30 ഐ എം ഗെറ്റിംഗ് എ കോൾ ഫ്രം കാലിക്കറ്റ് സെയിങ് എൻ്റെ അച്ഛൻ വീണു, ഫീമർ ബോൺ പുട്ട്, 3 ഫ്രാക്ചറാണ് കാലിൽ. ഹി വാസ് ഓൾറെഡി വെരി ഓൾഡ്. ഹി വാസ് ഇൻ ഹിസ് ലേറ്റ് 70s. എമർജൻസിയാണ്, സർജറി ചെയ്യണം, വെരി ക്രിട്ടിക്കലിന്. ഇവിടെ നിന്ന് ഫോൺ വരുന്നുണ്ട്. 3 മണിക്കൂറിൽ എനിക്ക് പരിപാടി. അതും കൃഷ്ണഗാന സഭ. ഇറ്റ്സ് എ വെരി ബിഗ് ഫെസ്റ്റിവൽ. പ്രോഗ്രാം ചെയ്യണോ, ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു. ആ വെൻ വി റിക്വസ്റ്റഡ് ദ ഡോക്ടർ, ഒരു ദിവസം കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, ഞങ്ങൾ ഈ പരിപാടി ചെയ്തിട്ട് വിൽ കം നെക്സ്റ്റ് ഡേ മോർണിംഗ്. അപ്പോൾ they said they can cooperate. അത്ര എമർജൻസി ഇല്ല, വിൽ മാനേജ്. ബട്ട് what I'm saying is, ഒരു artist, what one goes through inside cannot come out when you're on stage as an artist. As a human you can go through different emotions. എന്ത് വേണമെങ്കിലും സംഭവിക്കാം നമുക്ക്. പക്ഷേ അത് ഒന്നും സ്റ്റേജിൽ വരുമ്പോൾ it cannot be projected for the simple reason people are coming, buying tickets. ചിലപ്പോൾ even if it is a free performance, they're coming to watch something, to get something, to enjoy the performance. അപ്പം നമുക്ക് ഏർപ്പെട്ട നമുക്ക് ആ സമയത്ത് ഉണ്ടായ കഷ്ടനഷ്ടമൊന്നും you can't project. So I think it's the opposite of what she was saying. So ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ രണ്ടും നടക്കും. You can experience something before the performance that you have to completely hide and then like do the performance. At times when you're on stage, ഇങ്ങനത്തെ എക്സ്പീരിയൻസും we go through. തീർച്ചയായും 2 തലത്തിലാണ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെയാണെങ്കിലും ഒരു നർത്തകി അല്ലെങ്കിൽ ഒരു നർത്തകൻ അതിനെ നിയന്ത്രണ വിധേയമാക്കുമ്പോഴാണല്ലോ നാട്യമാവുന്നത്. നമുക്കൊന്നും അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ല. കണ്ണീര് വരുന്നുണ്ടെങ്കിൽ കണ്ണീര് പുറത്ത് കാണിക്കാതെ അത് നിയന്ത്രിച്ച് നിർത്തുമ്പോഴാണ് ഒരു ആർട്ടിസ്റ്റായിട്ട് മാറുന്നത്. തീർച്ചയായിട്ടും താങ്ക് യു സർ, താങ്ക് യു.